ബിഗ് ബോസ് ഇന്ന് ഹൗസ്മേറ്റ്സിന് എല്ലാവർക്കും ഒരു സംഗീത വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. പാട്ടുപാടാൻ ഇന്ന് അവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ശിവാംഗി കുട്ടിയാണ്. ശിവാംഗിയെ അറിയാത്ത മലയാളികളും തമിഴരും കുറവായിരിക്കുമല്ലോ. അത്രയ്ക്കും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയാണല്ലോ ശിവാംഗി. ശിവാംഗിയുടെ ബാൻഡിന്റെയും അതിമനോഹരമായ സംഗീത വിരുന്ന് തന്നെയായിരുന്നു ബിബി ഹൗസിൽ ഈ 98ാം ദിവസത്തിൽ നടന്നിരിക്കുന്നത്. ശിവാംഗിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയുണ്ട് ബിബി ഹൗസിൽ. അത് അക്ബർ ആയിരുന്നു. അക്ബറുമായി മുന്നേ ഒരു പ്രോഗ്രാമെല്ലാം ശിവാംഗി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു അക്ബർ ബിബി ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് അക്ബറിന്റെ കൂടെ ഒരു പ്രണയഗാനം ശിവാംഗി പാടിയിരിക്കുന്നു. അത് അതിമനോഹരമായി തന്നെ പാടിയ ശേഷം അക്ബർ അത് അക്ബറിന്റെ പ്രിയ പത്നിക്കായി ഡെഡിക്കേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു തമിഴ് സോങ് പാടി. അതിനെ ഏറ്റുപിടിക്കാനായി നമ്മുടെ നെവിനും കൂടെ കൂടി. നെവിന് മൈക്ക് കണ്ടപ്പോൾ ആകെ ഒരു കൊതിയായിരുന്നു പാട്ടുപാടാൻ. ഒന്നും നോക്കിയില്ല, നെവിൻ അവിടെ കിടന്ന് പാടുകയും ഡാൻസ് കളിക്കുകയുമായിരുന്നു. പാട്ടെല്ലാം കഴിഞ്ഞപ്പോൾ നെവിനോട് ചോദിച്ചു പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന്. ആ സമയം നെവിൻ പറഞ്ഞു അതൊന്നുമില്ല, പക്ഷേ എനിക്ക് മൈക്ക് കണ്ടപ്പോൾ പാട്ട് പാടണമെന്നൊരു കൊതി തോന്നി, അതുകൊണ്ടാണ് പാടിയതെന്ന് പറഞ്ഞു. പിന്നെയും ശിവാംഗി അവിടെ ഒരുപാട് പാട്ടുകൾ പാടി. ഹൗസ്മേറ്റ്സിന് എല്ലാവർക്കും വളരെ റിലീഫാവുന്ന ഒരു ഡേ തന്നെയായിരുന്നു ഇന്ന്. എല്ലാവരും ശിവാംഗിയുടെ പാട്ട് ഏറ്റുപാടുകയും എൻജോയ് ചെയ്യുകയും കൂടെയാടുകയും ചെയ്തിരിക്കുന്നു. ശിവാംഗിക്ക് ബിബി ഹൗസിലുള്ള എല്ലാവരെയും അറിയാം. ശിവാംഗി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. സരികയുടെ കൂടെ ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ സരികയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ പാട്ട് പാടാനുള്ള ഒരു അവസ്ഥയിലല്ല. അതുകൊണ്ട് ശിവാംഗിയുടെ അടുത്ത് ചെന്ന് പോയി പറഞ്ഞു, എനിക്ക് ഇവിടെ എല്ലാവരെയും കണ്ട ആഹ്ലാദ പ്രകടനം കൂടിയപ്പോൾ എൻ്റെ സൗണ്ടെല്ലാം പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തവണ എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല എന്നാണ് സരിക പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ 98ാം ദിവസത്തിൽ ബിഗ് ബോസ് ഇവർക്ക് നൽകിയ സംഗീത വിരുന്ന് എല്ലാവരും നന്നായി തന്നെ എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.